Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നത്തെ റെസിപ്പി ഭയങ്കര സ്പെഷ്യലാണ്. അത് നല്ലപ്പോൾ ഉണ്ടാക്കാനേ നല്ലതുള്ളൂ. പക്ഷേ എന്നാലും എന്നും വേണ്ട. എന്നാലും ആഴ്ചയിൽ ഒന്നാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ഈ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നാൽ എല്ലാവരും ഉണ്ടാക്കുന്ന കൂട്ടല്ല ഞാൻ ചെയ്തേക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എന്നാന്നുള്ളതുള്ള ചിന്തിക്കാനെന്ന് വെച്ചാൽ എന്നും നമ്മൾ ബിരിയാണി ചെയ്യുന്നതെന്ന് ഒരു വ്യത്യാസപ്പെട്ടുള്ള ഒരു ഡിഷാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ബിരിയാണിയോളം ഏകദേശം സിമിലർ ആണ്, പക്ഷേ എന്നാൽ ഒരു ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ. ഒരുപാടൊന്നുമില്ല, ഒരു ശകല വ്യത്യാസം അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. എന്നാലും എന്നും ബിരിയാണി ഫ്രൈഡ് റൈസും തിന്നുന്നതെന്ന് ഒരു ഇച്ചിരി വ്യത്യാസമായിട്ട് കഴിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് ഇറച്ചിച്ചോറ്. ഇറച്ചിച്ചോറ് എന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും എന്നാന്നറിയാം, ചുമ്മാ നമ്മൾ അരി വേവിച്ച് വെച്ച ഇറച്ചിയും കൂടി ഇട്ട് അങ്ങനെ ഒന്നും അല്ല ഈ ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു ഇച്ചിരി മസാല ഉണ്ട്, എന്നാൽ എല്ലാ മസാലയും ഇല്ല. എന്നാൽ എല്ലാം എരിവ്, ഉപ്പ്, പുളി ഇതെല്ലാം ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും കേട്ടോ. അതിനാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് വെളിയിൽ നിന്നുള്ള പ്രത്യേക ഒരു ഇൻഗ്രീഡിയൻറ്റോ ഒരു ചേരുവോ എന്നതേലും വേണമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും വേണ്ട. ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം കൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് അധികം വർത്താനം വേണ്ട. നമുക്ക് ഇറച്ചിച്ചോറിന് വേണ്ടി സാധനങ്ങൾ എന്നാക്കിയാന്ന് എഴുതിക്കോ. ഇതിനകത്ത് വേണ്ടിയത് ഫസ്റ്റ് കുറച്ച് നെയ്യ് വേണം. പിന്നെ വേണ്ടിയത് കുറച്ച് പട്ട, പിന്നെ ഗ്രാമ്പൂ, ഏലക്കായ, സവാള കുറച്ച് അരിഞ്ഞത്. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ബാസ്മതി റൈസ് ആണ്. നമുക്ക് ഏതാ കൈവാക്ക് നല്ലതെന്ന് വെച്ചാൽ അത്. പിന്നെ വേണ്ടിയത് ആ സവാള പോയിട്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാളയും കൂടെ വേണം. അതിൻ്റെ കൂടെ ചേരുവകൾ എന്നാക്കിയാന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി ചതച്ചത്, കുറച്ച് പച്ചമുളക് ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ഇനി വേണ്ടിയത് കുറച്ച് നാരങ്ങാനീര് വേണം, ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ വേണം, പിന്നെ ആന്നേൽ ടൊമാറ്റോ വേണം. ടൊമാറ്റോ ഒരു മുഴുത്തത് മതിയേ. നിറച്ച് പുതിനയിലയും നിറച്ച് മല്ലിയിലയും വേണം. ഇതിപ്പോൾ ഇച്ചിരി മല്ലിയിലയാ, കുറച്ച് പുതിനയില. സ്വാദ് കൂട്ടാനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപ്പ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് എന്നാന്ന് വെച്ചാൽ എൻ്റെ അടുക്കളയിൽ ഇപ്പം നമ്മുടെ ആനീസ് കിച്ചൻ്റെ അടുക്കളയിൽ എന്നൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാന്ന് വെച്ചാൽ കുറച്ച് കാഷ്യൂ ഉണ്ട്, കുറച്ച് ബദാം ഉണ്ട്, കുറച്ച് പിസ്താഷ്യൂ ഉണ്ട്, പിന്നെ ആണെങ്കിൽ ഇച്ചിരി കിസ്മിസ്. ഇത്രയും സാധനം എൻ്റെ അടുക്കളയിൽ ഇപ്പോൾ ഉണ്ടായിരുന്നുകൊണ്ട് എടുത്തു. ഇല്ല നമ്മുടെ ഇച്ചിരി കൂടി വാൾനട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോട്ടോ, അത് നല്ലത് തന്നെയാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇറച്ചിച്ചോറ് ചെയ്യാൻ പോകുന്നത് ശരിക്കും മട്ടൺ വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ 1 കിലോ മട്ടൺ ഉണ്ട്. ഇതല്ല നമുക്ക് മട്ടൺ വേണ്ടാന്ന് ആലോചിച്ചോ, ചിക്കനേലാണേലും ചെയ്യാം. പക്ഷേ ബിരിയാണിയും ഇറച്ചിച്ചോറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വാദ് വരുന്നത് മട്ടണിൽ ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് മട്ടൺ കൊടുത്തു, സെക്കൻഡ് ചിക്കനിലോട്ടോ വല്ലതും പോയേച്ചാൽ മതി. പിന്നെ ആന്നേൽ ആദ്യം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയോ, പാൻ അങ്ങോട്ട് കത്തിച്ചേച്ച് നട്ട്സ് ഫുൾ വറുത്ത് കോരണം. ഫസ്റ്റ് നെയ്ക്കകത്ത് തന്നെയാണ് വറുക്കേണ്ടത്, അല്ലാതെ വെജിറ്റബിൾ ഓയിൽ എടുക്കണ്ട. നെയ്യിൽ തന്നെ വറുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച് ആ പാനെ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ, അരിയുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ ഇടാം. ഇതിനകത്തോട്ട് നമുക്ക് നട്ട്സ് വറുക്കാനും വേണ്ടിയിട്ടുള്ള നെയ്യ് മാത്രം ഉപയോഗിച്ചാൽ മതി. അഥവാ ഇച്ചിരി കൂടി പോവാന്നേലും കുഴപ്പമില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് അത് പിന്നെ അടുത്തതെല്ലാം ഈ അരിക്കുള്ള സാധനം എല്ലാം ഇതിനകത്തോട്ട് ചേർക്കാനുള്ളയാ, അത് നെയ്യ് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഇച്ചിരി കൂടി പോയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ നട്ട്സൊക്കെ ഒന്ന് എന്നാ പറയുക ഊറ്റിയെടുത്തേച്ചാൽ മതി. അന്നേരം പിന്നെ ബാക്കി നെയ്യ് ആ പാനെ തന്നെ കാണുവേ.
ഫസ്റ്റ് ഇതെല്ലാം പെട്ടെന്ന് മൂക്കുന്ന സാധനം ആയതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് കാഷ്യൂ ഇടാം. അതിനാന്ന് ഒരു ഇച്ചിരി മൂപ്പുള്ളത്. അതൊരിച്ചിരി ഒന്ന് മൂത്ത് സൈഡൊക്കെ ഒന്ന് ബ്രൗൺ ആയി വരുന്നുണ്ട്. ആ ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ തന്നെ പിസ്ത ഇട്ടോളൂ. ബദാമും പിസ്തയും രണ്ടും ഇട്ടേ. മുന്തിരിങ്ങ ഏറ്റവും ലാസ്റ്റ് ഇട്ടേച്ചാൽ മതി, അത് പെട്ടെന്ന് മൂത്തു. എന്നാ ബിരിയാണിയോളോ മൂക്കവും വേണ്ട, ഒന്ന് മൂത്തേച്ചാൽ മതി. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇറച്ചിച്ചോറിനകത്തോട്ട് എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്, ഇറച്ചിച്ചോറിനകത്ത് ഒരുപാട് നട്ട്സ് ഉണ്ടെങ്കിലുണ്ടല്ലോ അത് കഴിക്കാനായിട്ട് ഒരു നല്ല സ്വാദാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മുന്തിരിങ്ങ. മുന്തിരിങ്ങയുടെ ഒരു മൂപ്പും കൂടെ ആയി കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കുവേ. അന്നേരം ആ നട്ട്സ് മുഴുവൻ അങ്ങ് കോരാവുന്നതേ ഉള്ളൂ. അത് പക്ഷേ തീ ഒന്ന് കുറച്ചേച്ച് വേണം. ഇനി തീ അങ്ങോട്ട് നല്ലതായിട്ട് കുറച്ചേച്ച് ഞാൻ ഈ നട്ട്സ് ഒക്കെ അങ്ങ് എടുക്കുവാണ്. ബിരിയാണിയോളവും ഞാൻ പറഞ്ഞില്ലേ, ബിരിയാണിയോളവും മൂക്കണ്ട. നമ്മൾ നട്ട്സൊക്കെ വറക്കുമ്പം ബിരിയാണിയോളവും മൂക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അന്നേരം പിന്നെ വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നുകയില്ല. ഇതിൻ്റെ ഒരു റോ ടേസ്റ്റും വേണം, എന്നാൽ നെയ്ക്കകത്ത് കിടന്ന മൂത്തേൻ്റെ ഒരു ടേസ്റ്റും വേണം. രണ്ടും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഇനി ഇതങ്ങോട്ട് തീ നല്ലതായിട്ട് അങ്ങോട്ട് കുറച്ച് വെച്ച് ഇച്ചിരി നെയ്യൂടെ ഇതിനകത്തോട്ട് ഒഴിക്കണം. അതായത് നമ്മുടെ 1 കിലോ അരി അങ്ങോട്ട് മൂക്കാനുള്ളതാണ്. ഇതിനകത്തോട്ട് ഒരു കഷ്ണം പട്ട, ഒരു 5-6 ഗ്രാമ്പു, അതായത് 1 കിലോ അരിക്കകത്തോട്ട് പിടിക്കാനുള്ള ഫ്ലേവേഴ്സ് വേണം. ഏലക്കായ്ക്ക് പിന്നെ എനിക്ക് പണ്ടേ കണക്കില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ എനിക്ക് ഏലക്കായും കറിവേപ്പിലയോടും പ്രത്യേക സ്നേഹമാണ്. ഇതൊന്നും ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർക്കണേ. ഇത് മൂത്ത് പോണ്ട, ഒന്ന് വഴന്ന് കിട്ടിയേച്ചാൽ മതി. അതായത് നമ്മുടെ സവാളയൊക്കെ ആന്നേൽ ഒന്ന് എന്നാ പറയുന്നത്, ആ ക്രഞ്ചിനെസ് ഒന്ന് മാറിയേച്ച് നമ്മുടെ എണ്ണയിൽ കിടന്ന് ഒന്ന് വഴലുവേലേ, അത്രയും മാത്രം വഴന്നാൽ മതിയേ. ഒത്തിരി മൂത്തും പോണ്ട. ആദ്യം നമ്മൾ ഈ ഇടുന്ന സവാളയ്ക്കാന്നേൽ കനം ഒത്തിരി കുറയ്ക്കരുത്, ഒരു ഇച്ചിരി കനം വേണം. ആ ചോറിനകത്തോട്ട് സവാള ചേരുന്നതാണ്. അന്നേരം ചോറിനകത്ത് സവാള കാണണം. അന്നേരം ഒത്തിരി ഒരു കനത്തോടു കൂടി ആദ്യത്തെ സവാള അരിഞ്ഞോ. രണ്ടാമത്തെ ഇച്ചിരി നേരിയതായിട്ട് അരിഞ്ഞേച്ചാൽ മതി. ഇതൊക്കെ ഹൈ ഫ്ലെയിമേ തന്നെ പൊക്കോട്ടെ. ഈ ഉള്ളിയുടെ വെള്ളം ഒന്ന് പറ്റണം, അതാണ് അതിൻ്റെ ആ ഒരു കണക്ക്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അരി അങ്ങോട്ട് വറുക്കാനായിട്ട് ചേർക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ അരി പെട്ടെന്ന് ഒരു കുതിർന്ന പോലെ ആയിപ്പോവും. പക്ഷെ അതല്ല, അരി ബേസിക്കലി നമ്മൾ കുതിർത്താ വെച്ചേക്കുന്നത്, അത് വേറെ. പക്ഷെ എന്നാലും ഈ സവാളക്കകത്തോട്ട് ചേർക്കുമ്പോഴത്തേക്ക് ആ സവാളയുടെ വെള്ളം മുഴുവൻ പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അരി ഒന്ന് മുരിച്ചെടുക്കാൻ നോക്കും. ഏകദേശം അതൊന്ന് ബ്രൗൺ ആയേ നോക്കിയാൽ നമ്മൾ ഇട്ട നിറവല്ല സവാളയ്ക്ക് ഇപ്പം. അപ്പം എന്നാന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മൾ ഈ അരിയാണെങ്കിൽ കഴുകി കൂത്തു വെച്ചേക്കുമല്ലേ, അത് ഇതിനകത്തോട്ട് ഇട്ടേച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം. അരി എപ്പോഴും ആലോചിച്ചോണം, നമുക്ക് കൈവാക്കുള്ള അരിയെ വാങ്ങാവുള്ളൂ, ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകും. നമുക്ക് അത്രയും നമ്മുടെ അരിക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ വാർത്തെടുത്തേച്ചാലും മതി, ഇങ്ങനെ വറുക്കാൻ നിൽക്കണ്ട.
വറുക്കുന്ന പരുവ എന്നാന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട് നമ്മൾ ഒരുപാട് ചൂടായ അരി നല്ല ചൂടായി വരുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ പൊരിയുന്ന ഒരു എന്നാ സൗണ്ട് കേൾക്കുക, ഇങ്ങനെ എന്നാ പറയുക പൊട്ടിപ്പൊടപ്പെടാന്നുള്ള സൗണ്ട് കേൾക്കും. അതാന്നു അതിൻ്റെ ഒരു കണക്ക്. അപ്പം ഹൈ ഫ്ലെയിമേലിട്ട് അരി മൂപ്പിക്കാൻ നിൽക്കരുത്. ഒരു ചെറിയ ഫ്ലെയിമേലിട്ട്, അതായത് നമുക്ക് അത്ര കൈവാക്ക് പോരാന്നുണ്ടെങ്കിൽ ചെറിയ ഫ്ലെയിമേലിട്ട് അരി മൂപ്പിച്ചാൽ മതി. എൻ്റെ അരി നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഇതിന് അരിക്ക് നമ്മൾ എത്ര ഉണ്ടോ അതിന് നികത്തി വേണം വെള്ളം ഒഴിക്കാനേ. ഇനി ഇതിനകത്തോട്ട് അരി ഒന്ന് കുഴഞ്ഞു പോവാതിരിക്കാനായിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ 1 സ്പൂൺ നാരങ്ങാനീര് ഒഴിക്കുക. അത് കഴിഞ്ഞ് അരിക്ക് വേണ്ടി ഉള്ള ഉപ്പ്, അരി വെന്ത് കഴിയുമ്പോൾ ഉണ്ടാവേണ്ട ആ ചോറിന് വേണ്ടിയ ഉപ്പ് മാത്രം ഇതിനകത്തോട്ട് ചേർക്കുക. പിന്നെയും ചോറിനൊരു ഫ്ലേവർ കിട്ടാൻ ഒരു ഇച്ചിരി മല്ലിയിലയും ഒരിച്ചിരി പുതിനയില. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അരി ഇങ്ങനെ നമ്മൾ വറുത്ത് വറ്റിച്ചെടുക്കുവാന്നേൽ ഒരു കാര്യവും കൂടെ ഉണ്ടേ. എപ്പോഴും അരി നല്ലതായിട്ടൊന്ന് വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ തീ കുറയ്ക്കാവുള്ളൂ. ഇനി അരി ഇവിടെ നിന്ന് വേവട്ടെ. നെക്സ്റ്റ് നമുക്ക് ആ ഗ്രേവിക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കാവേ. എന്തായാലും അരി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സിമ്മേ വെക്കണം. അതിലും ഭേദം ആദ്യമേ അത് ചെറിയ സിമ്മേ ഇരിക്കട്ടെ. അന്നേച്ചും ഇതിനകത്തോട്ട് നമുക്ക് ഗ്രേവി ആക്കാം. ആദ്യം ഒന്നുകൂടെ നമ്മുടെ സ്പൈസസ്, അതായത് പട്ട ഒത്തിരി വേണ്ട, ഒരു 2-3 കഷ്ണം മതിയാവും. ചോറിലിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രാമ്പൂ ഒരു 3-4 എണ്ണം, അതേപോലെ തന്നെ ഏലക്കായ്, അത് തക്കോലം, പെരിഞ്ചീരകം, കശകശ അങ്ങനത്തെ ഒരു സ്പൈസസും ഇല്ല. ഇത്രയും കുഞ്ഞു സ്പൈസസ് വെച്ചുണ്ടാക്കുന്നതാണ് ഈ ഇറച്ചി ചോറെന്ന് പറയുന്നത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ സെക്കൻഡ് അരിഞ്ഞു വെച്ച സവാളയിൽ അത് ചേർക്കാം. ഉള്ളി നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ടേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പച്ചമുളകൊക്കെ ഇടുമ്പോൾ ഒരു ഇച്ചിരി എരിവ് വേണം. മട്ടണാന്നു, അതുകൊണ്ട് ഇച്ചിരി എരിവ് വേണ്ട, നമുക്ക് വേണ്ടി എത്രയാന്ന് വെച്ചാൽ ആ കണക്കിന് അങ്ങ് ചേർത്തു. ഇതിൻ്റെ കൂട്ടത്തിൽ 1 കിലോ മട്ടൺ ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം വെളുത്തുള്ളി, അതേ കണക്ക് തന്നെ 1.5 ടീസ്പൂൺ ഇഞ്ചി. വെളുത്തുള്ളി ഒരു ഇച്ചിരി കൂടുതൽ വീണാലും ഇഞ്ചി അത് കണക്ക് തന്നെ ഇട്ടോണം. അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിക്കും ഈ പട്ടയുടെ കൂട്ട് തന്നെ ഒരു കുത്തലുണ്ടേ, അത് വേണ്ട. ഒരു കിലോ അരിക്ക് അല്ലെങ്കിൽ 1 കിലോ മട്ടൺ ആണെങ്കിൽ ഒരു 6 പച്ചമുളകൊക്കെ ഇടാം, എരിവുള്ളത്. പിന്നെ ആണെങ്കിൽ ബാക്കി എരിവ് ഇല്ലാത്തതാണെങ്കിൽ അത് കണക്കാക്കി ഡബിളോ അല്ലെങ്കിൽ 6 ആണെങ്കിൽ 8 അങ്ങനെ എരിവ് ഇല്ലാത്തതാണെങ്കിൽ. നല്ല എരിവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മാക്സിമം അത്രയും മതി, മുഴുത്ത മുളകാന്നേൽ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് മൂത്തേച്ച് നല്ലതായിട്ട് മൂക്കണം. വെളുത്തുള്ളി ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറണേ. അപ്പം അതിനായിട്ട് നല്ലതായിട്ടൊന്ന് മൂക്കാനുള്ള സമയം അതിന് കൊടുക്കണം. ധൃതി കൂട്ടരുത്.
ഇതിനകത്തോട്ട് ഒരു പകുതി ടൊമാറ്റോ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു പകുതി ഇട്ടാൽ മതി, മുഴുവൻ ഇടരുത്. കുറച്ച് എല്ലാം ഇച്ചിരി ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, പച്ചമുളകിൻ്റെ എരിവുണ്ട്, അപ്പം അത് കണക്കാക്കി വേണം മുളക് പൊടി ചേർക്കാൻ. ഇപ്പോൾ 1 ടീസ്പൂണോളം ഇട്ടേച്ചാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവേ. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ. നമ്മുടെ ചോറ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനതങ്ങ് ഓഫ് ചെയ്യുക. ആ ചൂടി തന്നെ അത് ഇരിക്കട്ടെ, എന്നാൽ ഒന്നുകൂടെ അതൊന്ന് വേവുവേ. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പുളിക്കായിട്ട് ഒരു ഇച്ചിരി നാരങ്ങാ നീര് ഒരു ഇച്ചിരി ഒഴിച്ച് വെച്ചാൽ മതി. നമ്മുടെ പൊടി എല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് മട്ടൺ ഇതിനകത്തോട്ട് ചേർക്കാവേ. അന്നേച്ച് ഈ അരപ്പ് നല്ലതായിട്ട് നമ്മുടെ മട്ടണയിലൊന്ന് തേച്ചങ്ങ് ചേർക്കണം. ഈ ഇറച്ചിച്ചോറ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മസാലയൊന്നും കാണത്തില്ല, എന്നാൽ ഒരു സ്പൈസിനെസ് ആ ചോറിനകത്തുണ്ട് താനും. ഇനി നമ്മുടെ മട്ടന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നാ ചെയ്യണമെന്ന് അറിയാവോ? ഇതിനകത്തോട്ട് നിറച്ച് മല്ലിയിലയും കുറച്ച് നമ്മുടെ ചോറിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചേച്ച് നിറച്ച് മല്ലിയില വേണം, നിറച്ച് പുതിന ഇലയും വേണം. അന്നേച്ച് മട്ടൻ വേവാനായിട്ടുള്ള ഉപ്പ് ചോറിൽ ഇച്ചിരി ചേർത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചോണം. അല്ലെന്നുണ്ട് എല്ലാം കൂടി പോയാൽ പിന്നെ ഒന്നേന്നേ നമ്മൾ ഗ്രേവി ഉണ്ടാക്കേണ്ടി വരും. ഇനി ഇതിനകത്ത് വെച്ച് നമുക്ക് പാനിനകത്ത് വെച്ച് തന്നെ അത് വേവിച്ചെടുക്കാം. മട്ടൺ എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ കുക്കറിനകത്ത് ഇട്ടാലേ അത് വേവത്തുള്ളൂ. അത് ശരിയാന്നു, വേഗം വെന്ത് കിട്ടാൻ കുക്കറിനകത്ത് ഇടണ്ടേ. പക്ഷെ എന്നാന്നോ, ഞാൻ ഈ പാനിനകത്ത് ഇടുന്ന എന്നാന്ന് വെച്ചാൽ ഈ മട്ടൺ ഒന്ന് ഇച്ചിരി ഒന്ന് ചൂടായി കഴിയുമ്പോൾ മട്ടണിൽ നിന്നുള്ള വെള്ളം തന്നെ ഊറുവേ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് ആ പാനയിലിരുന്ന് വെന്ത് മസാല പിടിക്കുന്നതിനോടാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അത് അതിനകത്തിരുന്ന് തന്നെ പിടിക്കണം. എന്ന് വെച്ചാൽ അഥവാ വെള്ളം ഊറിയില്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം, ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഇത് നമ്മൾ ഈ അടപ്പ് അങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ നല്ല പുതിനയുടെയും മല്ലിയുടെയും ഒക്കെ മണം വരുന്നുണ്ട്. അപ്പോൾ ആ മസാലയും കൂടെ ആ ഇറച്ചിയിലൊന്ന് പിടിച്ചാലുണ്ടല്ലോ എന്നാ ടേസ്റ്റാന്ന് നോക്കിയാൽ. വലിയ സ്പൈസി അല്ല, എന്നാൽ സ്പൈസി ആയിട്ടുള്ള ഒരു ചോറ് തിന്നാനായിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇത് ഇവിടെ നിന്ന് വെന്തോട്ടെ, ഞാനിവിടെ ഒന്ന് ഒതുക്കിക്കോട്ടെ കേട്ടോ. മട്ടൺ നമ്മുടെ പാനയിലിരുന്ന് നല്ലതായിട്ട് വെന്തു എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് വെന്തു. അതിൻ്റെ എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വാങ്ങാനായിട്ട് ഒരു സ്വല്പം നേരം മതി. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ബാക്കി വെച്ചേക്കുന്ന കുറച്ച് ടൊമാറ്റോ ഇല്ലേ, ആദ്യം നമ്മൾ ചേർത്ത ടൊമാറ്റോ മുഴുവനും ആ മട്ടനകത്ത് വെന്ത് അങ്ങ് ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ ടൊമാറ്റോ ആയിട്ടൊന്നും കാണാനില്ലേ, അന്നേരം അത് കൊള്ളുകയില്ല. എനിക്കതൊരു ഇച്ചിരി ടൊമാറ്റോ കിടക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇത് ഇച്ചിരി മുഴുത്തായിട്ട് അരിയണമെന്നില്ല, ധൃതി കൂട്ടരിഞ്ഞുകൊണ്ട് ഞാനത് ഇച്ചിരി മുഴുത്തായി പോയതാന്നേ. അതുകൊണ്ട് അതൊന്ന് ക്ഷമിച്ചേക്കുക. അന്നേച്ച് ഇത് നല്ലതായിട്ട് ഇതിനകത്തോട്ടിട്ടൊന്ന് പെരട്ടണം. ആ നല്ല ആവി ഒന്ന് കയറിക്കോട്ടെ. ചെറിയ തീയെ വെച്ചേച്ചാ ഞാൻ ചെയ്തേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പിന്നെ ആദ്യം കുറച്ച് മല്ലിയില പുതിനയില എല്ലാം നിറച്ചിട്ടിട്ടുണ്ടായിരുന്നു, ചോറിനകത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തോട്ട് ഇച്ചിരി കൂടെ മല്ലിയിലയും കുറച്ച് പുതിന ഇലയും നിറച്ചിടണം.
ഇപ്പം തന്നെ ഉണ്ടല്ലോ എനിക്ക് മേല നല്ല മണമുണ്ടേ. ഇനി ഇതിവിടെ ഒരു ചെറിയ തീയൽ ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു ഇച്ചിരി എന്നാ പറയാ, ഒരു കുറച്ച് ഇട്ട ടൊമാറ്റോയ്ക്കകത്തോട്ട് ഒന്ന് ഗ്രേവി പിടിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. എന്നും പറഞ്ഞ് ടൊമാറ്റോ അങ്ങ് അലുത്തു പോവല്, അതിന് ആ ടൊമാറ്റോ കാണണം. അത്രയും നേരം ഒന്ന് ഇരുന്നോട്ടെ. ഞാൻ എന്നാ ചെയ്യാൻ പോവാന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്ന് ലെയർ ചെയ്യാനുള്ള ഒരു പാത്രം എടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇറച്ചിച്ചോറ് എന്നാ എടുക്കേണ്ടതെന്നറിയാവോ, ഇത് ഇങ്ങോട്ട് ഇട്ടേച്ച് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയേ. ചില നേരത്താണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടുകയില്ല. മറ്റേ ലെയറായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തട്ടായിട്ടിരിക്കുന്ന കാണാനായിട്ട് നല്ല രസമാണ്. എന്നാൽ ടേസ്റ്റും വരും. നമ്മൾ കുഴച്ചല്ലേ കഴിക്കുന്നത്, ആ ഗ്രേവിക്ക് അത്രയും ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഗ്രേവി ഒരുപാട് കൂടുതലും കുറയുന്നതൊക്കെ നോക്കുന്നത് നമ്മുടെ ചോറിൻ്റെ കണക്കനുസരിച്ചാണ്. ഇതിപ്പോൾ ഞാൻ എന്നാ ചെയ്യാൻ പോവാ, നല്ല തിളയ്ക്കുക. അത് അന്നേരം ഓഫ് ചെയ്തേച്ച് ഞാൻ ഇനി ആ ലെയർ ചെയ്യാനുള്ള പാത്രം എടുക്കാൻ പോവാം. ആദ്യം ഒരു സ്വല്പം നെയ്യ് ഒന്ന് തൂത്തേച്ച് വേണം നമ്മുടെ മട്ടൺ ഇടാനായിട്ട്. ഇപ്പം ചൂടായിട്ടിരിക്കുന്നത് നമ്മുടെ മട്ടനാണേ. അന്നേരം അത് ചൂടോടെ അത് ചേർക്കുന്ന ഏറ്റവും ആദ്യം നല്ല. ഒരു ലെയർ മട്ടനും പിന്നെ ഒരു ലെയർ ചോറും. ചോറിനാന്നേലും നല്ല മണമാന്നേ. അതങ്ങോട്ട് തുറക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല ആ പട്ട ഗ്രാമ്പൂ ഏലക്കായയുടെയും ഒക്കെ നല്ലൊരു മണവും. ഇനി സെക്കൻഡ് ലെയർ കുറച്ച് മട്ടൻ. നമ്മളെപ്പോഴും ലെയർ ചെയ്യുമ്പോഴും ഒക്കെ ആന്നേലും ഉണ്ടല്ലോ, ഞാൻ ദമ്മ അങ്ങനെ ഒന്നും ഇടാൻ ഒക്കെയല്ല. അന്നേരം ഞാൻ എന്നാ ചെയ്യുന്നറിയാവോ, അപ്പച്ചെമ്പില്ലേ നമ്മൾ ഇഡലിയൊക്കെ വെക്കുന്നേ, അതിനകത്തോട്ട് വെച്ചേച്ച് സ്റ്റീൽ പാത്രത്തെ തന്നെ നെയ്യൊക്കെ തൂത്ത് ആ സ്റ്റീൽ പാത്രത്തെ വെച്ചേച്ച് ഒരു 5 മിനിറ്റ് ആവി കയറ്റും. അതെന്നുവെച്ചാൽ പക്ഷെ ആ അടപ്പ് അങ്ങോട്ട് അടച്ചു വെച്ചേച്ചാ ചെയ്യുന്നേ. ഇല്ലെന്നുണ്ടെങ്കിൽ ദോശക്കല്ല് നല്ലതായിട്ട് അങ്ങോട്ട് ചൂടാക്കി വെച്ച് ചെറിയ ഫ്ലെയിമേ വെച്ചേച്ച് ഈ പൊട്ടുന്ന പാത്രമല്ല കേട്ടോ, നല്ല സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ദമ്മാക്കുന്ന അലൂമിനിയം ഏതാന്ന് വെച്ചാൽ അതിൽ ആ വലിയ തവയിലോട്ട് അങ്ങോട്ട് വെക്കുവാണെങ്കിൽ ആ തവയുടെ ചൂട് കയറി 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 നല്ലൊരു ആവി വരുമ്പോഴത്തേക്ക് അങ്ങ് ഓഫ് ചെയ്യണം. അപ്പോൾ അടി പിടിക്കോ എന്നുള്ളൊരു ടെൻഷനും ഇല്ല. പിന്നെ ഇതിൻ്റെ മേളിൽ ഫുൾ നട്ട്സ്. ഈ ചോറിൻ്റെ ഇടയിൽ ഈ നട്ട്സൊക്കെ കടിക്കുവാന്നേലും എന്നാ ടേസ്റ്റാണെന്നറിയാവോ. ഇതിൻ്റെ മേളിൽ ഒരു ഇച്ചിരി പച്ച കിടന്നോട്ടെ. ഇഷ്ടംപോലെ നമ്മൾ ഇട്ടിട്ടുണ്ട്, എന്നാലും ഉണ്ടല്ലോ ആ വെള്ളയും ബ്രൗണിൻ്റെ ഇടയിൽ ഒരു പച്ച കാണാൻ നല്ല രസമാണ്. ചുമ്മാ ഈ ഒരു 2 ടൊമാറ്റോ നടുക്കും, കൂടുതലൊന്നും വേണ്ട. നമ്മൾ കഴിക്കാൻ നേരം ടൊമാറ്റോ ഒന്നും ശ്രദ്ധിക്കുക പോലും ഇല്ലേ. ഇനി ഇതങ്ങോട്ട് നമുക്ക് സെർവ് ചെയ്താൽ മതി, ചൂടോടെ സെർവ് ചെയ്യുക. തൽക്കാലം ഞാൻ ഇതെടുത്ത് ഇപ്പം ഓവനിലോട്ട് വെക്കാൻ പോവാ. എന്നേച്ച് ഇതെല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് ഓവണിനകത്ത് നിന്ന് പുറത്തെടുത്തിട്ട് ബാക്കി നമുക്ക് അവർക്ക് നല്ല ചൂടോടെ സെർവ് ചെയ്യാം. നിങ്ങൾ എന്നാ വിചാരിച്ചാൽ നമ്മളെപ്പോഴും എന്നതാ നമ്മുടെ അടുപ്പിൻ്റെ അരിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തിരിച്ച് വെൽക്കം പറയുന്നത്. പക്ഷേ ഇന്ന് എന്നാന്നറിയോ, അടുക്കളപ്പണിയൊക്കെ നേരത്തെ തീർന്നു. മാത്രമല്ല അടുക്കളപ്പണിയും തീർത്തേച്ച് നമ്മൾ ഇച്ചിരി നേരം വീട്ടമ്മമാർ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ്. അന്നേരമാണ് നമുക്ക് ആ ജോലി ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറുന്നത്. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ വല്ലതും അത്യാവശ്യ സമയം പോകാനായിട്ടൊരു മാഗസിനോ എന്നതേലും ഒക്കെ എടുത്ത് വായിക്കും. ഇപ്പം മാഗസിനൊക്കെ ഈ വല്ലപ്പോഴേ ഉള്ളൂ. ഇപ്പോൾ ഗൂഗിളൊക്കെയാണ് നമുക്ക് അപ്ഡേറ്റ്സ് അല്ലേ നമ്മളൊക്കെ. അന്നേരം പിന്നെ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു അറിവ് ഞാൻ പറഞ്ഞുതരാം. എന്നാന്നറിയാവോ,
ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ഈ അറബിക് ഫുഡ്സ് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ഇറച്ചിച്ചോറ് തന്നെ ഒരു എക്സാമ്പിൾ ആക്കി എടുത്തു. അറബിക് ഫുഡ്സിന് ബേസിക്കലി നല്ല ഫാറ്റ് ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഈ അറബീസ് അവരൊക്കെ എന്നാ ചെയ്യുന്നതെന്ന് അറിയാം, ഫാറ്റ് ഉള്ള ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് അതിന് ആ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു ജർജിർ എന്ന് പറഞ്ഞിട്ട് ഒരു ലീഫുണ്ട്. അതായത് നമ്മുടെ ക്യാബേജൊക്കെ പോലെ ഒരു ലീഫുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തിൽ നിന്ന് ഫാറ്റ് കംപ്ലീറ്റ് പോവും. ഇവിടെ ആ ലീഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ മേല. പക്ഷേ എന്നാലും വിഷമിക്കണ്ട, നമുക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരു ലീഫ് ഉണ്ട്. അത് എന്നാന്നറിയാവോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാബേജ് ലീഫ്. അത് ബെസ്റ്റ് ആട്ടോ. ക്യാബേജും കുരുമുളകുമാണ് ഏറ്റവും നല്ല നമ്മുടെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ. അയ്യോ നമസ്തേ നമസ്തേ നമസ്തേ. പിന്നെ നമ്മൾ ആഹാരം ഉണ്ടാക്കി കൊടുത്താൽ കുറച്ച് ഞങ്ങൾക്ക് ഉപദേശം തരണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ചേച്ചിയുടെ ഭയങ്കര ഫാൻസ് ആണ് ഞങ്ങള്, പ്രത്യേകിച്ചും ചേച്ചിയുടെ അല്ലേ ഫുഡ് കുക്കറി ഷോ കാണാറുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കഴിയുന്നതും എല്ലാ എപ്പിസോഡും കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കിച്ചണും അതേട്ട് ഓരോന്നും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അഭിപ്രായങ്ങൾ ഇപ്പൊ ഇവിടെ തന്നെ കിട്ടുവേ. സത്യം പറഞ്ഞ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, നജീമിനെ മാത്രമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഫാമിലിയർ. എനിക്ക് തോന്നുന്നു മിസ്സസ് നജീമിനെ ഇപ്പോഴാണ് നമ്മള് ശരിക്കും പ്രേക്ഷകരും അല്ലെ എല്ലാ വീട്ടമ്മമാരും കാണുന്നത് അല്ലെ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, നിർത്തി വർത്താനം പറയുന്ന ഏറ്റവും മോശമുള്ള ഏർപ്പാടാ അല്ലെ. നമുക്ക് ഇരുന്ന് വർത്താനം പറയാം അല്ലെ. കൊച്ചെന്നാ വിചാരിക്കും? വേണ്ട വന്നേ. ചോദിക്കുകയല്ല, കാര്യം നജീബ് എത്രയായാലും നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ എല്ലാവർക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൊച്ചായിട്ട് കൂട്ടിയേക്കുക. അന്നേരം പിന്നെ പുതിയ ആളുടെ വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത്. മോളുടെ വീട് എവിടെയാ പഠിച്ചു വളർന്നത്, ഡീറ്റെയിൽ കംപ്ലീറ്റ് ഒന്ന് പറഞ്ഞ. പുനലൂര എൻ്റെ വീട്. ഉമ്മച്ചിയും ഒറ്റൊരാളേ ഉള്ളൂ. വാപ്പച്ചിയുണ്ട്, ഉമ്മച്ചിയുണ്ട്. ഉമ്മച്ചി പുനലൂർ തന്നെ, വാപ്പച്ചി ബഹറിനില്ല. ഞാൻ പഠിച്ചത് BDS ബാംഗ്ലൂരാണ് പഠിച്ചിരുന്നത്. ഇപ്പം ഹൗസ് ഏജൻസി ഒക്കെ കഴിഞ്ഞു വീട്ടിലിങ്ങനെ വെറുതെ നിൽക്കാണ്. പാട്ടും കേട്ട് വീട്ടിൽ ഇരിപ്പുണ്ട്. നജീമിന്റെ പാട്ടും കേട്ട് വീട്ടിൽ ഇരിപ്പുണ്ട്. ഓക്കെ, അതല്ല അപ്പൊ മോൾ ഒറ്റ മോളാന്ന് പറഞ്ഞത്, സിബ്ലിങ്സ് ഒന്നും ഇല്ല? ഇല്ല ഇല്ല, ഒറ്റ ഒരാളേ ഉള്ളൂ. ഓക്കെ, മോള് എനിക്ക് നജീബ് ശരിക്കും വർത്താനം പറയുമ്പോ, നജീബ് പൊതുവേ ഒരു സോഫ്റ്റ് സ്പോക്കൺ ആണ്. അതിന്റെ കൂടെ മോളോട് വർത്താനം പറഞ്ഞപ്പോ മോളങ്ങ് അതിനേക്കാട്ടിലും ഡൗൺ ടു എർത്ത്. ഇത് എങ്ങനെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് എനിക്കറിയാവേ അങ്ങനാണേ അങ്ങനെ വർത്താനം പറയുന്നത്. ശരിക്കും നജീബ് ഭയങ്കര പാവാന്ന് തോന്നേ. ഒരൊറ്റ പീസ് ഇതേ ഉള്ളൂ. പക്ഷെ എന്തോ ദൈവം തമ്പുരാൻ നിശ്ചയിച്ച പോലെ അതൊരു ഭാഗ്യമല്ലേ നജീബ്, നല്ലൊരു കുഞ്ഞിനെ കിട്ടിയില്ലേ. അതാ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്നത് ഇത് ഒക്കെ തന്നെയാണ്. എന്നാന്ന് വെച്ചാൽ എത്രയായാലും ഒരു ഭാര്യ ഇങ്ങനെ നല്ല ഒരു ഒതുങ്ങിയ ഒരു സോഫ്റ്റ് സ്പോക്കൺ നല്ലതായിട്ടൊരു ഭാര്യയല്ലേ എല്ലാരും ആഗ്രഹിക്കുന്നത്. സത്യം. ഇനി ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് നജീമിനെ അറിയാം, കാര്യം നജീമിന് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് തന്നെയാ. പക്ഷേ എന്നാലും എനിക്ക് കുറെ കാര്യങ്ങൾ അറിയണം എന്നുണ്ട്. അതാ, പക്ഷെ എനിക്ക് നജീമിനെ കുറിച്ച് അല്ല അറിയാനുള്ള, എനിക്ക് നജീമിന്റെ ബാപ്പയെ കുറിച്ച് അറിയാം. ബാപ്പയെ കുറിച്ച് ബാപ്പ ഉമ്മയും വീട്ടിലുണ്ട്, അതെനിക്കും അറിയാം. ബാപ്പയും ഉമ്മയും വീട്ടിലുണ്ടത്. പക്ഷെ അച്ഛൻ ഭയങ്കര ഒരു കലാകാരനാണ്, നല്ലൊരു ഗായകൻ. കലാകാരൻ മീൻസ് നല്ലൊരു ഗായകനാണ്. അമ്മയും മോശമല്ല, അത് പറയും. ഞാൻ പറയുന്നില്ല, നജീം പറഞ്ഞോളൂ. അതെ, എനിക്ക് പാട്ട് പാടാനായിട്ടുള്ളൊരു കഴിവൊക്കെ കിട്ടിയത് അവർ രണ്ടുപേരും ബേസിക്കലി മ്യൂസീഷ്യൻസ് ആണ്, പാട്ടുകാരായിരുന്നു. പാട്ട് പാടും, നല്ലവണ്ണം പാടും. വാപ്പ പിന്നെ ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഭയങ്കര ഉഗ്രനായിട്ട് പാട്ട് പാടും. ശരിക്കും കേട്ട് പഠിച്ചിട്ടാണ് പാടുന്നത്. ശരിക്കും ഞാൻ പല പ്രോഗ്രാമിനും ഇപ്പോൾ പോലും ഞാൻ ഒരു ധൈര്യത്തിന് എൻ്റെ ഒരു തുറുപ്പ് ഗുലാനാണ് വാപ്പ. അപ്പൊ ശരിക്കും അങ്ങനെ എന്നതേലും ഒരു സ്റ്റേജിൽ അങ്ങനെ അച്ഛൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്? പിന്നെ എത്ര സ്റ്റേജിൽ, അതാ ഞാൻ പറഞ്ഞത്. അതിലെ ഒരെണ്ണം പറഞ്ഞു തന്നെ. ഈ ഇടയ്ക്ക് ഒരു പ്രോഗ്രാം ചേർത്തല ഒരു ക്ഷേത്രം. അപ്പോൾ അവിടെ എനിക്ക് ഈ പ്രോഗ്രാം നടക്കുന്ന ഒരു മാസം മുമ്പ് തന്നെ എനിക്ക് അവിടെ നിന്നുള്ള ആൾക്കാർ, കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ ഉള്ള. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, മര്യാദയ്ക്ക് ഇപ്പോൾ പ്രോഗ്രാം നടത്തിയില്ലെങ്കിൽ ആ കൂടെ പ്രശ്നമാവും, ഏരിയ ഇത്തിരി പ്രശ്നമുള്ള ഏരിയയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇതിപ്പോൾ എങ്ങനെ ഇത് രക്ഷപ്പെടുത്തും. പിന്നെ വാപ്പ പിന്നെ കുറേ നാളായി പ്രോഗ്രാമിന് ഇപ്പം വന്നിട്ട്, ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അധികം പ്രോഗ്രാമിനൊക്കെ വന്നിട്ടില്ല.
അപ്പം പിന്നെ ആ പ്രോഗ്രാമിന് എനിക്ക് എൻ്റെ കൂടെ പാടുന്ന കുറേ സിംഗേഴ്സിന് എനിക്ക് കിട്ടിയതുമില്ല, പുതിയ കുറച്ച് പേരായിരുന്നു വന്നിരുന്നത്. അപ്പം അങ്ങനെ ലാസ്റ്റ് പിന്നെ വാപ്പയെ വിളിച്ചു. ഒരു പേടി ഭയങ്കര അങ്ങ് വല്ലാണ്ട് ടെൻഷൻ ആയിപ്പോയി. അങ്ങനെ വാപ്പ വന്ന അവസാനം പരിപാടി ഭയങ്കര സൂപ്പർ ഡൂപ്പർ ആയി. അപ്പൊ അത് ഒരു സംഭവമല്ല, കുറെ അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട്. ചീട്ടാണ് ഒരു ചീട്ടാണ്. ഈ നജീം ശരിക്കും പറഞ്ഞാൽ നജീം റിയാലിറ്റി ഷോയിലൂടെയൊക്കെയായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയത്. പക്ഷെ അതിന് മുമ്പ് ഒരു പാട്ട് പാടിയില്ലേ മേജർ രവി സാറിന്റെ? അതെ, ഞാൻ ആദ്യം സിനിമയിൽ പാടുന്നത് മേജർ രവി സാറിൻ്റെ മിഷൻ 90 ഡേയ്സ് എന്ന സിനിമയാണ്. ജെയ്സൺ ജെ നായർ ചേട്ടനാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് അതിലോട്ട് വിളിക്കുന്നതും അങ്ങനെ ഒരു എൻട്രി കിട്ടിയതും. അപ്പോൾ അതിൽ ഒരുപാട് അന്ന് ഇഷ്ടംപോലെ പേര് ട്രാക്ക് പാടുന്ന സിംഗേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ വോയിസ് കേട്ട് സെലക്ട് ചെയ്തത് സാറാണ്. അപ്പോൾ സാറിന് അറിയില്ല ഇതിപ്പോൾ ഞാനാണ് പാടിയെന്നുള്ളത്. വോയിസ് കേട്ട് പാട്ട് കൊള്ളാൻ തോന്നി. ആ പാട്ട് പാടാം, പിന്നെന്താ പാടാം. മിഴിനീര് പൊഴിയുമ്പോഴും കരയില്ല ഞാൻ, കരൾ നൊന്തു പിടയുമ്പോഴും തളരില്ല ഞാൻ, ഉരുകുന്നൊരീ മാനസം ഒഴിയണമേ ജീവിതം പ്രിയനാടിനായി പ്രിയനാടിനായി ഉണരണമേ ഉയരേകുവാൻ, മിഴിനീരു പൊഴിയുമ്പോഴും കരയില്ല ഞാൻ, കരൾ നൊന്തു പിടയുമ്പോഴും തളരില്ല ഞാൻ. ഇപ്പത്തെ പാട്ടിലെ മ്യൂസിക് ഡയറക്ടർ ഇപ്പൊ വളരെ കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചതാണ്. അത് ഒരു പാട്ടിങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു പാട്ടിങ്ങനെ മനസ്സിൽ കമ്പോസ് ചെയ്തൊരു പാട്ട്. അതൊരു പാട്രിയോട്ടിക് സോങ് ആണ്. അത് സാറിന് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി സാറിനൊന്ന് കേട്ടു, സാറിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇപ്പോൾ 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ലാലേട്ടൻ്റെ പടത്തിലുള്ള ആ ഒരു ലാസ്റ്റ് സോങ് ഞാനാണ് കമ്പോസ് ചെയ്ത പാട്ട്. നജീം ഒരു കാര്യം ഞാൻ ചോദിച്ചത്, ഞാൻ കേട്ടിട്ടുള്ള പണ്ട് യേശുദാസ് സാറാണ് ഇങ്ങനെ പാടാൻ ചെന്നപ്പോഴത്തേക്ക് ആദ്യം തുടക്കത്തില് ആകാശവാണിയിലൊക്കെ ചെന്നപ്പോഴത്തേന് സൗണ്ട് മോശമാണെന്നും പറഞ്ഞുകൊണ്ട് ദാസേട്ടനെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ ഗാന ഗന്ധർവൻ അദ്ദേഹം ഇല്ലാതെ ഒരു പാട്ട് നമുക്ക് ചിന്തിക്കാൻ വയ്യ. ശരിക്കും നജീമിന് അങ്ങനെ ഒരു ലൈഫിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടോ? ബാഡ് എക്സ്പീരിയൻസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കയ്പ് പറയോ? നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ തരുന്നത്, അപ്പൊ ഒരു കയ്പുള്ളത് പറഞ്ഞാൽ മതി. അതിങ്ങനെ കോമ്പറ്റീഷൻ സമയത്ത് ഇങ്ങനെയൊക്കെ കുറച്ച് നാൾ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ പ്രൈസൊക്കെ അനൗൺസ് ചെയ്ത് പത്രത്തിൽ പേരൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ റിസൾട്ട് അറിഞ്ഞത് പത്രം വഴിയാണ്. അപ്പോൾ എന്നിട്ട് പ്രൈസ് വാങ്ങാൻ നേരത്ത് ഇങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ വളരെ സന്തോഷത്തിൽ ഞാനും ഉമ്മയും ഉപ്പയും കൂടെയൊക്കെ സമ്മാനം വാങ്ങിക്കാൻ നേരത്ത് വേറൊരാൾക്ക് സമ്മാനം, അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. പത്രത്തില് ഫസ്റ്റ് പ്രൈസ് ലൈറ്റ് മ്യൂസിക് എൻ്റെ പേരും വന്നു. പ്രൈസ് വാങ്ങാനായി ഞങ്ങൾ ഇങ്ങനെ വളരെ സന്തോഷത്തിൽ. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റാത്തൊരു വോയിസ് ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അത്. ഭയങ്കര വിഷമമുള്ളതായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യൂത്ത് ഫെസ്റ്റിവലിൽ കലാപ്രതിഭാ പട്ടം, അത് കുറേ കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടാണ് നമുക്ക് ആ ഒരു പോയിന്റ് കൂടുതൽ കിട്ടുന്നത്. അത് എനിക്ക് അർഹത ഉണ്ടായിട്ടും അത് ദൂരെ നിന്ന് അങ്ങനെ കുറെ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ മോശമായിട്ടോ. എന്നാലും അതിനകത്ത് എന്നേലും കളിയൊക്കെ കളിച്ചു കാണുവേ, ഇല്ലേ കിട്ടുവല്ലേ. പോട്ടെ, എന്തായാലും കഴിഞ്ഞ കാര്യം കഴിഞ്ഞേക്കാം. അതങ്ങ് ഇനിയിപ്പോ നമ്മൾ ചർച്ച ചെയ്തതിന് നജീമിനെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ഭക്ഷണം തന്ന വിഷമം മാറും. എന്നാ ഞാൻ എന്റെ വിശേഷം ആദ്യം ചോദിച്ചിട്ടേ ഭക്ഷണം തരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഞാൻ ശരിക്കും ഡയറ്റൊക്കെ തുടങ്ങി എൻ്റെ കിലോ ഒക്കെ കുറച്ചതായിരുന്നു. പക്ഷേ ചേച്ചിയുടെ ഈ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം ഭയങ്കര കുക്കിംഗ് ആണ്. ശരിക്കും ഞാനിപ്പോ ഇവിടെ ഡോക്ടർ കുക്ക് എന്നാണ് വിളിക്കുന്നത്.
എപ്പിസോഡ്സ് കാണാറുണ്ട്? ആ കാണാറുണ്ട്. ചേച്ചി പറയുന്ന ഓരോ ടിപ്പ് അങ്ങനത്തെ കുറച്ചൊക്കെ എന്നെ കൊണ്ട് കഴിയുന്നൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ചിലതൊക്കെ വിജയിക്കും, ചിലതൊക്കെ പാളി. ദിവസേന ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് വരും. അപ്പൊ ഞാൻ പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, വീട്ടില് ഇങ്ങനെ ഒരു ചെടി വളർത്തുന്നുണ്ട്. ചേച്ചിയുടെ മാസ്റ്റർ പീസ് അല്ലേ കറിവേപ്പില? വേറെ ഒരു ചെടിയില്ല, പൂക്കളുണ്ടാകുന്ന ചെടി പോലും ഇല്ല. നല്ല കാര്യമുള്ള നല്ല കാര്യമാ. കറിവേപ്പില കൊണ്ട് എന്നൊക്കെ ഗുണങ്ങളാണെന്നറിയോ? അത് മാത്രമല്ല, ആ കറിവേപ്പിലൊക്കെ ഒന്ന് ഒരു കറിക്കകത്തോട്ട് ഇടുവാന്നേൽ അതിന്റെ ഒരു മണം തന്നെ വ്യത്യാസമല്ലേ? കംപ്ലൈന്റ് കറിവേപ്പില കൂടുതലാണ്. മോളെ അത് കേട്ടില്ലെന്ന് വെച്ചാൽ മതി. എന്നാ ഇത് ഞാൻ വീട്ടിൽ കേൾക്കുന്ന സ്ഥിര സാധനം. ഇത് കറിവേപ്പില മാറ്റിയിട്ട് വേണമല്ലോ കറി തിന്നാനും. എന്നോട് എപ്പോഴും പറയോ ആര് കേൾക്കാനാ, ഞാനത് ഇടും. അതൊരു പക്ഷെ കറിവേപ്പില ഇടുമ്പോ അതിനൊരു ടേസ്റ്റാ. പക്ഷെ അത് ഞാൻ പഠിച്ചത് ചേച്ചി നിന്നാ. പിന്നെ ഉമ്മച്ചി ഇടും. ഉമ്മച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ വെച്ചാൽ ആനി ചേച്ചിയുടെ പ്രോഗ്രാം കണ്ടു, പക്ഷെ അത് നീ കണ്ടുപഠിക്കുന്നു കറിവേപ്പില. കറിവേപ്പില ഇടുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു രുചി കൂടും. സത്യമായി പറയുന്നത്, കുറ്റം പറയുന്നത്. നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാം. നജീബ് ശരിക്കും പരീക്ഷിച്ചാണ് എന്റെ ഇങ്ങനെ ബോഡി വെയിറ്റ് കൂടിയത്. ഇങ്ങനെ ഭാര്യമാര് വേണം. കാര്യം വെച്ചാൽ നല്ല ഫുഡ് ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു മനസ്സ് ആ കുഞ്ഞിനുണ്ടായില്ലേ, അതിന് ഷുഡ് അപ്രീഷിയേറ്റ് ഹർ. നല്ല കീപ് ഇറ്റ് അപ്പ് മോളെ. ഈ ഡയറ്റൊക്കെ ഒന്ന് പറഞ്ഞല്ലോ, എനർജി ഭയങ്കര ഡയറ്റാ ഇതാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഗായകർക്ക് ഈ ഭക്ഷണത്തോട് ഭയങ്കര ഡയറ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഐസ്ക്രീം തിന്നാൻ പാടില്ല ഇതാന്നൊക്കെ. നജീമിന്റെ ഡയറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞേ, ബീങ് എ സിംഗർ. ഇപ്പം ഡയറ്റൊക്കെ പോയി. ഞാൻ ഏറ്റെടുത്തേക്ക്, എന്നാലും കുഴപ്പമില്ല. എന്നാലും പറഞ്ഞേ, ഇടയ്ക്ക് ഒരു ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞുതരാം ചേച്ചി, ഡയറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. ഇതാണ് പറയുന്നത്, ഭർത്താവ് വരുമ്പോ ഭാര്യമാരെ കൂടെ ഒരു റെക്കോർഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ചിക്കൻ ബിരിയാണി, അതാണ് കുറഞ്ഞത്. 2 ചിക്കൻ, അതേ കൂട്ട് എരി അങ്ങനത്തെ ഭക്ഷണത്തിന്റെ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പം റെക്കോർഡിങ് നാളെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊക്കെ എന്നാലും മനസ്സിന് അത്രയ്ക്ക് വിഷമം ഉണ്ടാക്കിയിട്ടാണ് എന്നാലും നാളല്ലേ റെക്കോർഡിങ്, ആ ഒരു സംഭവം. അതോ റെക്കോർഡിങ് കഴിഞ്ഞപ്പോ 3 മണിക്ക് കഴിഞ്ഞാൽ 4 മണിക്കുള്ളിൽ വയറ് ഫുള്ളായിരിക്കും. അപ്പൊ മോള് പറയാറില്ലേ ശീല എന്നൊക്കെ പറയല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് പ്രയോജനമില്ല. വിശക്കുമ്പോ പിന്നെ ഭയങ്കര സ്നേഹം. കാരണം ഈ ഡയറ്റ് ഒക്കെ പിന്നെ, കാരണം ഞാൻ അന്ന് ഫോളോ ചെയ്ത ഡയറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേച്ച ഉടനെ ഒരു പഴം, എണീറ്റ് വെറും വയറ്റില്, പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഒരു ദോശ, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മുട്ട, അങ്ങനെ ഒരു ടേബിൾ, ഒരു 2 മണിക്കൂർ 2 മണിക്കൂർ ഗ്യാപ്പിൽ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ഇവിടെ സ്നേഹം കൊണ്ട് 1 മുട്ടയ്ക്ക് വരെ 5 മുട്ടയൊക്കെ കൊണ്ടുവയ്ക്കണം. അതൊന്നും ചെയ്യത്തില്ല. എന്നാലും സ്നേഹത്തോടെ വിളമ്പി തരുമ്പോ അതിനൊരു സന്തോഷം. ചില സമയത്ത് നമുക്ക് ആ ഒരു മുഖം കാണത്തില്ല, വിശക്കുന്നു എന്നുള്ള മുഖം. അത് അത്ര ആത്മാർത്ഥമായിട്ട് ആ കുഞ്ഞു കൊണ്ട് തരുമ്പോ ഞാൻ ശരിക്കും പറഞ്ഞ മോളെ ഭയങ്കര അപ്രിസിയേഷൻ. എനിക്ക് നല്ലൊരു എന്നാ പറയാ, ഒരു മതിപ്പ് തോന്നുന്നുണ്ടോ മോളോട് ശരിക്കും. നജീബ് ശരിക്കും ഉണ്ടല്ലോ, ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം ചോദിച്ചു. ഒരു കുറച്ച് കാലം കൊണ്ട്, ഐ മീൻ ഒത്തിരി ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ചു കാലം കൊണ്ട് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് നജീബ്. ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന എന്നാന്നറിയാം, നജീബ് പാടിയേക്കുന്ന മുഴുവൻ റൊമാൻറ്റിക് പാട്ടുകളാണ് കൂടുതലും. അല്ല മറ്റേ പാടിയിട്ടില്ലെന്നല്ല, കൂടുതലും റൊമാൻറ്റിക് പാട്ടാ. പക്ഷെ എനിക്ക് അറിയേണ്ടതെന്നറിയോ, അത് ഭയങ്കര ടച്ചിങ്. അത് ഭയങ്കര എന്നാ പറയാ, ഫീൽ ചെയ്തിട്ടൊക്കെയാ ആ പ്രണയത്തെ കുറിച്ച്. ഏതായാലും നജീബ് അങ്ങനെ ആണെന്നുള്ള രീതിയിൽ ഫീൽ ചെയ്ത് ടച്ച് ചെയ്തൊക്കെയാ പാടുന്നത്. നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നിയതാണ് നജീബിന്റെ റൊമാൻസിനെ കുറിച്ച് വേണം എനിക്കൊന്ന് അറിയാൻ. ഇപ്പൊ തന്നെ അത് പറയണല്ലേ? കല്യാണത്തിന് മുമ്പേ ഞാൻ പ്രണയഗാനങ്ങൾ പാടിയിട്ടുണ്ട്, കല്യാണത്തിന് ശേഷവും പ്രണയഗാനങ്ങൾ പാടിയിട്ടുണ്ട്. പിന്നെ അത് നമ്മളിങ്ങനെ പാട്ടിന്റെ ലിറിക്സ് ഒക്കെ ഉൾക്കൊണ്ട് പാട്ടിനെ ഇങ്ങനെ പ്രണയിക്കുകയാണ്. അതിലൂടെ പ്രണയം ചോദിച്ചില്ല, നജീബിന്റെ ബേസിക് റൊമാൻസ് പ്രണയത്തെ കുറിച്ച്. അപ്പൊ നമ്മുടെ പ്രണയം ഇങ്ങനെ പാട്ടിൽ ഇങ്ങനെ അവസാനിക്കുന്നതാണ്. കൂടുതൽ അതിർവരമ്പുകൾ ലംഘിച്ച് മുന്നോട്ട് പോയില്ല. അതാണ് ആ പാട്ടിന് അത്ര ഭംഗി കിട്ടിയെന്നായിരിക്കും. നജീബിന് ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാ റൊമാൻറ്റിക് പാട്ടുകളിൽ? ഇത് ഞാൻ പാടിയതാണോ അതാ വേറെ? നജീബ് പാടിയത് മതി. തൊട്ടു തൊട്ടു എന്നുള്ള പാട്ടാണ് ഞാൻ
പെണ്ണ് കണ്ട സമയത്ത് എന്നാ പിന്നെ രണ്ടും പാടും. എന്നാ ശരി പാടാം. അല്ല പിന്നെ ഓരോ കഥയുണ്ട് അതിന്റെ പുറകിലെ. ഒന്ന് പാടിയേ. പെണ്ണ് കാണാൻ വന്നപ്പോ തന്നെ തൊട്ട് തൊട്ടാ പാട്ട് പാടിയിട്ട് അത് പറഞ്ഞു തരണേ. എന്റെ ദൈവം എനിക്ക് മേല കുഞ്ഞിനെ പറയാനല്ല മോളെ. കുഞ്ഞിനെ എന്നെ കണ്ടപ്പോ ഒന്നും മറക്കാൻ തോന്നിയില്ല. കുഞ്ഞങ്ങ് വർത്താനം പറയട്ടെ. വേണ്ടട്ടോ. അത് പാടിയേ. ആ പെണ്ണ് കണ്ടപ്പോ ആദ്യം പാടിയേ. തൊട്ട് 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 നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ, വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിടാമോ നിന്നെ, പൊല്ലാத ஆசைய சேர்த்து போதும் நீ ஆடுற கூத்து, கள்ளா நீ பேச்சைய மாத்து காதல் படுவா, തൊട്ട് തൊട്ട് തൊട്ടു നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ, വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിടാമോ നിന്നെ. ഇനി ഒരു ഗ്യാപ്പ്. ആ പെണ്ണ് കാണൽ ചടങ്ങെന്ന് പറയൂ. ചടങ്ങ് നീ പറഞ്ഞോ, എനിക്കിട്ട് വെച്ചത് പറഞ്ഞ ഒരു ഇച്ചിരിയെങ്കിലും തെറ്റോന്ന് പേടിച്ചിട്ടാ. മോളെ സത്യം പറയൂ, ചേച്ചി കേക്കട്ടെ. സന്തമായ രീതിയിൽ പറയണം. പെണ്ണാണാൻ വന്നു അവിടെ ഇരുന്നിട്ട് ഞാൻ ചോദിച്ചൊന്നുമില്ല പാട്ട് പാടി തരും അങ്ങനൊന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങോട്ട് തന്നെ പാട്ട് അവിടെ പെണ്ണ് അവിടെ വന്നിരുന്നു, എന്തൊക്കെയോ ഇങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പാട്ട് പാടി തരാൻ പറഞ്ഞു, പാട്ട് പാടി തന്നു. തൊട്ട് തൊട്ട് ഈ പാട്ടാ പാടിയേ. ഇതാണ് ആദ്യം പാടി കൊടുത്തത്. അത് കഴിഞ്ഞ് അടുത്ത പാട്ട്. അതിന്റെ പക്ഷെ ആ പാട്ട് പാടിയിട്ടും കാര്യമില്ലെന്നുള്ള അവസ്ഥ. പിന്നെ അടുത്ത പാട്ടിലോട്ട് കടന്നു. അടുത്ത പാട്ടാ പാടിയേ. പിന്നെ നമ്മൾ പാടിയ പാട്ട് ഇതാണ്. എന്താണ് ഖൽബേ എന്താണ് ഖൽബേ, നാടാകെ കേൾക്കും നാദമോടെ ദഫ് പോൽ നീ മിടിക്കുന്നതെന്താണ്, എന്താണ് ഖൽബേ എന്താണ് ഖൽബേ. ഈ പാട്ട് പാടിയതോടുകൂടി ഏകദേശം നജീം ശരിക്കും ഭയങ്കര സോഫ്റ്റ് ആണ്. നജീമ ശരിക്കും ഞാൻ കേട്ടേക്കുന്ന എന്താ പറയുക, നജീം പാടുന്ന കൂട്ടത്തിൽ നല്ലോണം ഡാൻസ് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. അതാരെ പറഞ്ഞ കണ്ടിട്ടുണ്ടോ ഡാൻസ് ചെയ്യണം? നജീമിന്റെ ഫസ്റ്റ് എക്സ്പ്രഷനിൽ എനിക്ക് എല്ലാം മനസ്സിലായി. ഞാൻ ചുമ്മാ ഇട്ടതൊക്കെ. പക്ഷെ ഞാൻ ഒരു കാര്യം എങ്ങനെ ഡാൻസ് കളിച്ചാലും മറ്റേ തവള 4 കാലിക്കുന്നത് അതുപോലെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പക്ഷെ നജീം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പത്തെ ട്രെൻഡാണ് നമ്മൾ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കൂട്ടത്തിൽ ഡാൻസ് ചെയ്യണം, ഭയങ്കര ബഹളം ഉണ്ടാക്കണം, അങ്ങനെ ഒരു രീതി ഇല്ലേ ഇപ്പം? ഉണ്ടോ അതൊരു ആൾക്കാരെങ്ങനെ ഞങ്ങള് ഇങ്ങനെ വെറുതെ നിന്ന് പാടുന്നേക്കാട്ടിയും കുറച്ചിങ്ങനെ ഒരു കമോൺ എവരിബഡിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അത്ര മതിയല്ലേ. അപ്പൊ ഡാൻസില് വേണ്ടെന്നാണ് കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ കൈയടിപ്പിക്കാന്നൊക്കെ പറഞ്ഞു, ചെറിയ വലിയ മൂവ്മെന്റ്സ്. പിന്നെ ബേസിക്കലി ഒരു സൈക്കോളജി ഞാൻ കണ്ടേക്കുന്ന എന്നാ, നമ്മൾ ഈ പാടി ബഹളം ഒക്കെ വെച്ചേച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ കൈയടിക്കാനൊക്കെ വലിയ മെനക്കേട് ഓഡിയൻസിന്റെ ഇടയിലല്ലേ. നമുക്ക് അവരിൽ നിന്നൊരു എൻകറേജ്മെന്റ് ഒത്തിരി കുറവാ. ഒരു എനർജി, ആ എനർജി കിട്ടിയാലല്ലേ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇഷ്ടംപോലെ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. മിക്കവാറും അവിടെ ഇവിടെ നിന്ന് ഒരു 2-3 ക്ലാപ്സ് വരുന്നല്ലാതെ ഒരു നമ്മള് പാടുന്നതിന്റെ ബുദ്ധിമുട്ട്, കാരണം അവർക്ക് ആ ഒരു സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഒരു ഈസിനെസ് വരുള്ളൂ പാടാൻ. ഇപ്പൊ ഈ റിയാലിറ്റി ഷോ ചെയ്തില്ലേ നമുക്ക് മുന്നേ നജീം ചെയ്യുന്നില്ലേ, ആ സമയത്ത് നജീമിനെ നോട്ട് ചെയ്ത ഒരു പാട്ടുണ്ട്, രക്ഷപ്പെടുത്തിയത് ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഏത്? അഴകിയ രാവണിലെ ഓ ദിൽ റുബ എന്നുള്ള പാട്ടുണ്ട്. അത് ഇപ്പോഴും സ്റ്റേജുകളിൽ ആ പാട്ട് പാടാനായിട്ട് പറയുന്നുണ്ട്. അത് ആ പ്രോഗ്രാമിൽ ആ പാട്ട് ഇഷ്ടം പോലെ പേര് കേട്ടിട്ട് SMS ഒക്കെ അയച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു ഗസൽ ഉണ്ടായിരുന്നു, അത് ഏറ്റവും കൂടുതൽ ഒരു അല്ലേ, ഈ സമയത്ത് ഗസൽ വേണമല്ലേ? അല്ലെങ്കിൽ അഴുകിയ പാടിയാ മതി. ഓ ദിൽറുബാ ഇനി സംഗമോത്സവം, ഓ ദിൽറുബാ ഇനി സംഗമോത്സവം,
അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണു ഞാൻ. ഓ ദിൽറുബാ ഇനി സംഗമോത്സവം. ഓ ദിൽറുബാ ഇനി സംഗമോത്സവം. ഓ എനിക്ക് വയ്യ. ഇത് ശരിക്കും ഞാനുണ്ടല്ലോ ഈ പാട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ പരിസരമേ മറന്നു. ഞാൻ ഇങ്ങനെ റാഗ് ചെയ്യുന്ന കൂട്ട് ഇനി അടുത്ത പാട്ട് പാടൂ, ഇനി അടുത്ത പാട്ട് പാടൂ എന്ന് പറഞ്ഞു തേണ്ടി വരും. അത്ര ഇഷ്ടമാട്ടോ എനിക്ക് പാട്ട് കേൾക്കാനും ഇഷ്ടമുള്ളൂ, പാടാനൊന്നും അറിയാൻ മേലെ. പാടിയത് നിങ്ങളൊക്കെ എന്നെ എടുത്തിട്ട് യൂണിയൻ ചേർന്ന് തല്ലും. അതിലും ഭേദം ഉണ്ടായിരിക്കാന്നല്ല. മോള് പാടുവോ? പക്ഷേ ചേച്ചി സംസാരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സംസാരിക്കുന്ന രീതിയും. കുക്കിംഗ് ഇഷ്ടാ, പക്ഷെ കുക്കിങ്ങിലപ്പുറം ഇഷ്ടം എനിക്ക് ചേച്ചിയുടെ സംസാര രീതി. അപ്പൊ ചേച്ചിക്ക് പാടാൻ പറ്റും. അവിടെ ഉമ്മച്ചി എന്നാ നല്ലതായിരിക്കും അല്ലേ? അവിടെ ഭക്ഷണം തലശ്ശേരി ബിരിയാണി, നെയ്ച്ചോറ് അല്ലേ? ഉമ്മച്ചിയുടെ സ്പെഷ്യൽ എന്നാ ഉണ്ടാക്കുന്നത് അവിടെ? ഇപ്പൊ രണ്ടുമ്മമാരുണ്ട്, ഒന്ന് പുനലൂരുമ്മയും ഒന്ന് ട്രിവാൻഡ്രം അമ്മയും. അത് ശരീരം കണ്ടാ പറയും. പറയൂ, രണ്ട് ഉമ്മച്ചിമാരുടെയും സ്പെഷ്യൽ ഒന്ന് കേക്കട്ടെ. അമ്മമാരുണ്ടാക്കുന്ന സ്പെഷ്യൽ കേൾക്കാൻ ഭയങ്കര നല്ല. ട്രിവാൻഡ്രം അമ്മ മട്ടൺ അല്ലേ, മട്ടൺ കറിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. പുനലൂരുമ്മ മീൻകറിയുടെ സ്പെഷ്യലിസ്റ്റ്. മീൻകറി, ചിക്കൻ ബിരിയാണി അങ്ങനത്തെ ഒക്കെ. ഉമ്മച്ചി കുറച്ച് ചിക്കൻ വെച്ചിട്ടുള്ള ഐറ്റങ്ങള്, ബർഗർ അങ്ങനത്തെ കുറച്ച്. എന്നാ ട്രിവാൻഡ്രം ഉമ്മച്ചിയെ പോലെ ഞാനിവിടെ മട്ടനാണ് വെച്ചേക്കുന്നത്. എന്നാലും ഉമ്മച്ചിയോട് കഴിച്ചേച്ചുള്ള കാര്യം പറഞ്ഞോണം കേട്ടോ. എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, ഭക്ഷണം കൊണ്ടുവയ്ക്കുമ്പോ ചാടി വീഴരുത്. മോനെ ഉപദേശിച്ചു വിട്ടു അല്ലേ അമ്മ? അല്ല ഇവിടെന്നാണ് മരുമോളോടോ? ആ സാരമില്ല അമ്മ, എന്റെ അടുത്തല്ലേ വന്നേക്കുന്നത്. ഒരു പാട്ടും പാടി അല്ലേ? ഓരോ പാട്ടിനും ഓരോ സ്പെഷ്യൽ. സത്യം, ഒന്നല്ല രണ്ടോ മൂന്നോ ഉണ്ടാക്കി തന്നേക്കാം. കിടിലം മട്ടൺ ബിരിയാണി. ചേച്ചി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു വിഷമം പോലെ. ഞാൻ ഹാപ്പി വിത്ത് പപ്പടം. മോള് ബിരിയാണി ഒക്കെ ഉണ്ടാക്കോ? ബിരിയാണി 2 തവണ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഒരു തവണ പാളിപ്പോയി. എല്ലാ ഫുഡും നല്ലവണ്ണം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്, നല്ലതായിട്ട് ഇരിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു ഫുഡ് മോള് കഴിച്ചോളൂ, രജിയും പറയട്ടെ. ഷവർമ ഇവിടെ ഉണ്ടാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണ് ഷവർമ. പിന്നെ ഇന്ന് വരെ ഞാൻ അത് കഴിച്ചിട്ട്. അതെന്താണോ അത്രയും വലിയൊരു ചേരുവ ചേർത്ത്? അതില് എണ്ണ ഒരുപാട്. ഞാൻ നോക്കിയപ്പോ ഈ ഷവർമ എങ്ങനെ ഉണ്ടാക്കും വീട്ടിൽ, ഞാൻ അന്തം വിട്ടു. ഇതെങ്ങനെയാണ് സംഭവം? ചിക്കനും വെജിറ്റബിളും എല്ലാം കൂടി ഇട്ട് ആക്കത്തില്ലേ, ആ ടൈമില് വന്നിട്ട് കൊറേ എണ്ണ ഒഴിച്ച്. ഷവർമ എങ്ങനെ ഉണ്ടാക്കിയത് നീ? പറയൂ. അല്ല, ഷവർമയിലല്ലായിരുന്നു പ്രശ്നം, മയണൈസ് ഉണ്ടാക്കിയല്ലോ പ്രശ്നം. പലത് ചെയ്യുമ്പോഴാണ് ഒന്ന് പഠിക്കുന്നത്. മയമില്ലാതായി പോയി മയണൈസിൽ. അത് കഴിഞ്ഞിട്ട് വെളിയിൽ നിന്ന് ആ ഷവർമ ഒക്കെ കാണുമ്പോ പിന്നെ അതാണ് ഓർമ്മ. നന്നായി. ഒരു കണക്കിന് എന്താണെന്നറിയോ മോളെ, ഷവർമ എന്ന് പറയുന്ന സാധനം ബേസിക്കലി നമ്മൾ വീട്ടിലുണ്ടാക്കുവാന്നേലും ഓക്കെ നമുക്കറിയാം. പക്ഷെ ബേസിക്കലി പറയുന്നത് അതൊരു നല്ല ഫുഡ് അല്ല എന്നാ പറയുന്നത്. നന്നായി, ആരോഗ്യം ദേഹത്ത് കടന്നുകൂടുമല്ലോ. മോളെ കൊണ്ട് അത്രേ സാധിച്ചില്ലേ? ഉപകാരം ചെയ്തു. ചിരിക്കുന്നു. കഴിച്ചു തീരുന്നവരെ ഷൂട്ട് ചെയ്യൂ.
ഇല്ല അതിന്റെ ഇടയിൽ ചോദ്യം വന്നോണ്ടിരിക്കും. പക്ഷെ ചോദ്യത്തെക്കാട്ടിലും കുറച്ച് പാട്ട് ഞാൻ കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് ഗുരുക്കന്മാര് കേട്ടാൽ തന്നെ തല്ലും. പക്ഷെ ആഹാരം കഴിക്കൊണ്ടിരിക്കുമ്പോ പാടാൻ പാടില്ല എന്നുണ്ട് അല്ലെ? ഞാൻ ഇങ്ങനെ ഈ രീതി കഴിച്ചിട്ടില്ല. ഏത് ഫോർമാലിറ്റി രീതിയിൽ കഴിച്ചിട്ടില്ല. അതാണ് ഭക്ഷണം കഴിക്കുമ്പം ഒന്ന് കൈ പോകുന്നത് മാത്രമേ കാണത്തുള്ളൂ.